പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നാം ചർച്ച ചെയ്യുന്നത് ഭഗവത്ഗീതയിലെ 1-ാമത്തെ അധ്യായത്തിലെ അർജുന വിഷാദയോഗത്തിലെ 11-ാമത്തെ ശ്ലോകം. അയനേഷു ച സർവേഷു യഥാഭാഗമവസ്ഥിതാഃ ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്തഃ സർവ ഏവ ഹി. ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. അയനേഷു ച സർവേഷു യഥാഭാഗം അവസ്ഥിതാഃ ഭീഷ്മം ഏവ അഭിരക്ഷന്തു ഭവന്തഃ സർവേ ഏവ ഹി. ഇനി ഈ ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. ഭവന്തഃ സർവേ ഏവ ഹി സർവേഷു ച അയനേഷു യഥാഭാഗം അവസ്ഥിതാഃ ഭീഷ്മം ഏവ അഭിരക്ഷന്തു. ഇനി ഈ ശ്ലോകത്തിൻ്റെ സാരാംശം ശ്രദ്ധിക്കുക. ദുര്യോധനൻ ദ്രോണാചാര്യരോട് പറയുന്നതായിട്ടാണ് ഈ ശ്ലോകം ഇവിടെ കവി നമുക്ക് വ്യാഖ്യാനിച്ചു തന്നത്. ദുര്യോധനൻ ഇപ്രകാരം ദ്രോണാചാര്യരോട് പറയുകയാണ്: ആയതിനാൽ നിങ്ങളെല്ലാവരും തന്നെ, യോദ്ധാക്കളായ നിങ്ങളെല്ലാവരും തന്നെ അവരവരുടെ സ്ഥാനങ്ങളിൽ നിലയുറപ്പിച്ചുകൊണ്ട് ഭീഷ്മ പിതാമഹനെ കാത്തുകൊള്ളണം എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ സാരം. ഭീഷ്മ പിതാമഹർ ഒരു ഭാഗത്തു നിന്നും യുദ്ധം ചെയ്യുമ്പോൾ മറുഭാഗത്തു നിന്നും വരുന്ന ശത്രുക്കളുടെ ബാണങ്ങളെ അദ്ദേഹത്തിനെതിരെ പ്രയോഗിക്കാതിരിക്കാൻ യോദ്ധാക്കളായ നിങ്ങളെല്ലാവരും തന്നെ എല്ലാ വ്യൂഹമാർഗങ്ങളിലും കാവൽ നിൽക്കണമെന്നാണ് ഈ ശ്ലോകത്തിൻ്റെ സാരം. നമസ്തേ.